നമസ്കാരം. പ്രധാന വാർത്തകൾ. ഗാന്ധി രക്തസാക്ഷി ദിനത്തിൽ കോൺഗ്രസ് ഓഫീസിൽ നേതാക്കൾ ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടി. കുറ്റാന്വേഷണ മികവിനുള്ള 2022 സംസ്ഥാന പോലീസ് മേധാവിയുടെ ബഹുമതിയായ ബാഡ്ജ് ഓഫ് ഓണർ പുരസ്കാരത്തിന് കൊടുങ്ങല്ലൂരിൽ 2 പേർ അർഹരായി. പെരുന്തോട് വലിയതോട് സംരക്ഷണത്തിന് 1.5 കോടി രൂപയുടെ ഭരണാനുമതി. വാർത്തകളിലേക്ക് വിശദമായി. ഗാന്ധി രക്തസാക്ഷി ദിനത്തിൽ കോൺഗ്രസ് ഓഫീസിൽ നേതാക്കൾ ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടി. വടക്കാഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിലാണ് നേതാക്കൾ തമ്മിൽ തല്ലിയത്. ബ്ലോക്ക് പ്രസിഡന്റ് ജയദീപും സംഘവും ഒരു ഭാഗത്തും മണ്ഡലം പ്രസിഡന്റ് ബിജു ഇസ്മായിലും സംഘവും മറുഭാഗത്തും നിന്നാണ് ഏറ്റുമുട്ടിയത്. ഗാന്ധിജിയുടെ ഛായാചിത്രവും നിലവിളക്കും വലിച്ചെറിയുകയും ഓഫീസിലെ കസേരകളും ജനൽ ചില്ലുകളും തല്ലി തകർക്കുകയും ചെയ്തു. ഗാന്ധി അനുസ്മരണ ചടങ്ങ് നേരത്തെ നടത്തണമെന്നാവശ്യപ്പെട്ട ഒരു വിഭാഗം എത്തിയതാണ് ഏറ്റുമുട്ടലിൽ എത്തിയതെന്ന് പറയുന്നു. KPCCക്കും DCCക്കും പരാതി നൽകുമെന്ന് ബ്ലോക്ക് പ്രസിഡന്റ് PG ജയദീപ് പറഞ്ഞു. ബ്ലോക്ക് പ്രസിഡന്റ് ജയദീപിന് നേരെ അസഭ്യം മുഴക്കുകയും ഭീഷണിപ്പെടുത്തിയതായും നഗരസഭാ കൌൺസിലർ ആസാദിനെ ആക്രമിച്ചതായും പറയുന്നു. മണ്ഡലം പ്രസിഡന്റ് നിയമനവുമായി ബന്ധപ്പെട്ട ഇവിടെ തർക്കം നിൽക്കുന്നുണ്ടായിരുന്നു. ഇതിന്റെ തുടർച്ചയായാണ് ഓഫീസിലെ കയ്യാങ്കളിയെന്നാണ് നേതാക്കൾ പറയുന്നത്. അതേസമയം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ DCC നേതൃത്വത്തിന്റെ ഇടപെടലില്ലാത്തതാണ് ഇപ്പോൾ കയ്യാങ്കളിയിലെത്തിയതെന്ന വിമർശനവും ഉയർന്നിട്ടുണ്ട്. കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ വിമർശനവുമായി നേതാക്കളും പ്രവർത്തകരും രംഗത്തെത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം KPCC മുൻ ട്രഷറർ KK കൊച്ചുമുഹമ്മദ് ചുമതലകൾ രാജിവെച്ചതിന് പിന്നാലെ കോർപ്പറേഷനിലെ പാർട്ടി ചീഫ് വിപ്പും ജോയിന്റ് സെക്രട്ടറിയും രാജിവെച്ചിരുന്നു. തിരഞ്ഞെടുപ്പിനെ നേരിടാനിരിക്കെ പരാതികളും പ്രശ്നങ്ങളും പരിഹരിക്കുന്നില്ലെന്നും ഏകോപിപ്പിച്ചു കൊണ്ടുപോകുന്നില്ലെന്നുള്ള വിമർശനമാണ് നേതാക്കളും പ്രവർത്തകരും ഉയർത്തുന്നത്. ഗുരുതര സാഹചര്യം അഭിമുഖീകരിക്കുമ്പോഴും ഓരോരുത്തരും തന്നിഷ്ടപ്രകാരം ആളാവാനും പടം വരാനുള്ള പരിപാടികൾ പ്രഖ്യാപിക്കുകയും പോസ്റ്ററുകളും ബോർഡുകളും തയ്യാറാക്കുകയുമാണെന്ന് DCC പ്രസിഡന്റിനെയും TN പ്രതാപൻ MPയെയും സൂചിപ്പിച്ച് വിമർശിക്കുന്നു. തിങ്കളാഴ്ചയാണ് കോർപ്പറേഷനിലെ പാർലമെന്ററി പാർട്ടി ചീഫ് വിപ്പ് സ്ഥാനം DCC ഭാരവാഹി കൂടിയായ ജയപ്രകാശ് പൂവത്തിങ്കലും ജോയിന്റ് സെക്രട്ടറി മുകേഷ് കുളപറമ്പിലും രാജിവെച്ചത്. തിരഞ്ഞെടുപ്പ് ധാരണ പ്രകാരം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരുടെ കാലാവധി 2.5 വർഷം കഴിഞ്ഞാൽ മാറ്റണമെന്ന തീരുമാനം DCC നേതൃത്വം നടപ്പിലാക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് ഇരുവരുടെയും രാജി. DCC പ്രസിഡന്റിനും കോർപ്പറേഷനിലെ പ്രതിപക്ഷ കക്ഷി നേതാവ് രാജൻ പല്ലനും ഇക്കാര്യം അറിയിച്ച് കത്ത് നൽകി. 6 മാസമായി ആവശ്യപ്പെട്ടിട്ടും നിരുത്തരവാദപരമായ സമീപനമാണ് DCC നേതൃത്വം സ്വീകരിക്കുന്നതെന്നും KPCC നേതൃത്വം അടിയന്തരമായി ഇടപെട്ട് പരിഹരിച്ചില്ലെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കമിട്ട് തൃശൂരിൽ AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ പങ്കെടുക്കുന്ന ഫെബ്രുവരി 4 പരിപാടിയുടെ അതേ സമയത്ത് കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ DCCയുടെ അനാസ്ഥയിൽ പ്രതിഷേധിച്ച് കുത്തിയിരിപ്പ് സമരം നടത്തുമെന്നും ഇരുവരും DCC പ്രസിഡന്റ് നൽകിയ കത്തിൽ പറയുന്നു. കഴിഞ്ഞ ദിവസമാണ് ജില്ലാ കോൺഗ്രസ് നേതൃത്വത്തിന്റെ പ്രവർത്തന ശൈലി സത്യസന്ധത ഇല്ലാത്തതാണെന്നും KPCC നേതൃത്വം അതിന് നിൽക്കുകയാണെന്നുമുള്ള ഗുരുതര ആരോപണമുന്നയിച്ച KPCC മുൻ ട്രഷററും മുതിർന്ന നേതാവുമായ KK കൊച്ചുമുഹമ്മദ് ചുമതലകൾ രാജിവെച്ചത്. കുറ്റാന്വേഷണ മികവിനുള്ള 2022 സംസ്ഥാന പോലീസ് മേധാവിയുടെ ബഹുമതിയായ ബാഡ്ജ് ഓഫ് ഓണർ പുരസ്കാരത്തിന് കൊടുങ്ങല്ലൂരിൽ 2 പേർ അർഹരായി. DYSPയുടെ സ്ക്വാഡിൽ ഉൾപ്പെട്ട SIമാരായ PC സുനിൽ, CR പ്രദീപ് എന്നിവർക്കാണ് പുരസ്കാരം ലഭിച്ചത്. ഇത് 5ാം തവണയാണ് PC സുനിൽ ബാഡ്ജ് ഓഫ് ഓണറിന് അർഹനാകുന്നത്. 1994 പോലീസ് കോൺസ്റ്റബിളായി KAP 2ാം ബറ്റാലിയനിൽ സേവനം ആരംഭിച്ച PC സുനിലിന് 2009 സ്തുത്യർഹ സേവനത്തിന് കേരള മുഖ്യമന്ത്രിയുടെ മെഡലും 2017 രാഷ്ട്രപതിയുടെ പോലീസ് മെഡലും 2021 കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ ഉത്കൃഷ്ട അവാർഡും 300-ലധികം ഗുഡ് സർവീസ് എൻട്രിയും ലഭിച്ചിട്ടുണ്ട്. 1998 കോൺസ്റ്റബിളായി K ഷാദി 2ാം ബറ്റാലിയനിൽ സേവനം ആരംഭിച്ച പ്രദീപിന് 2014 സ്തുത്യർഹ സേവനത്തിന് മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡലും 100-ൽ പരം ഗുഡ് സർവീസ് എൻട്രികളും റിവാർഡുകളും ലഭിച്ചിട്ടുണ്ട്. പെരുന്തോട് വലിയതോട് സംരക്ഷണത്തിന് 1.5 കോടി രൂപയുടെ ഭരണാനുമതിയായി. കയ്പമംഗലം മണ്ഡലത്തിലെ പെരിഞ്ഞനം, മതിലകം, ശ്രീനാരായണപുരം, എടവിലങ്ങ്, എറിയാട് എന്നീ ഗ്രാമപഞ്ചായത്തുകളിലൂടെ 14.71 കിലോമീറ്ററിൽ വ്യാപിച്ചു കിടക്കുന്ന ശുദ്ധജല സ്രോതസ്സാണ് പെരുംതോട് വലിയതോട്. 2017 മുതൽ സർക്കാരിന്റെ വിവിധ വകുപ്പുകളും മതിലകം ബ്ലോക്ക് പഞ്ചായത്തിന്റെയും ഗ്രാമപഞ്ചായത്തുകളുടെയും നേതൃത്വത്തിൽ ജനകീയ പങ്കാളിത്തത്തോടെ വിവിധ ഘട്ടങ്ങളിലൂടെ ഈ തോട് സംരക്ഷിച്ചു പോരുന്നുണ്ട്. ഇതിന്റെ ഭാഗമായി പെരിഞ്ഞനം, തോണിക്കുളം മുതൽ തോട് അവസാനിക്കുന്ന എറിയാട് ഗ്രാമപഞ്ചായത്തിലെ അറപ്പത്തോട് വരെയും വൃത്തിയാക്കലും ചിലയിടങ്ങളിൽ കയർ ഭൂവസ്ത്രം വിരിക്കൽ, തീറ്റപ്പുൽ കൃഷി, താറാവ് കൃഷി, ഫലവൃക്ഷ തൈനടൽ, കൽഭിത്തികെട്ടൽ, തോടിന്റെ ആഴം കൂട്ടൽ, സ്ലൂയിസ് കം ബ്രിഡ്ജ് നിർമ്മിക്കൽ തുടങ്ങിയ പ്രവർത്തികൾ നടന്നിരുന്നു. ഇപ്പോൾ
തോടിന്റെ ഉത്ഭവ കേന്ദ്രമായ പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്തിലെ തോണിക്കുളം നവീകരണ നിർമ്മാണം, പാർശ്വ സംരക്ഷണ പ്രവർത്തനത്തിന്റെ ഭാഗമായി ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്തിലെ വാട്ടർ ടാങ്ക്, കലുങ്കു നിർമ്മാണവും നടത്താനാണ് 150 ലക്ഷം രൂപ കേരള സർക്കാർ അനുവദിച്ചിരിക്കുന്നത്. തുടർന്നുള്ള നാളുകളിൽ പെരുംതോടുമായി ബന്ധപ്പെട്ട് മറ്റു പഞ്ചായത്തുകളിലെ നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുമെന്നും പെരുംതോട് വലിയ തോട് പദ്ധതി ചെയർമാൻ കൂടിയായ E.T. ടൈസൺ MLA പറഞ്ഞു. ചാമക്കാല ഗവൺമെന്റ് മാപ്പിള ഹയർ സെക്കൻഡറി സ്കൂളിൽ വാർഷികാഘോഷവും വിരമിക്കുന്ന സ്കൂൾ പ്രിൻസിപ്പൽ ആൻഡോ പി പോൾ, അധ്യാപികമാരായ AM ഐഷാബി, PC മാഗി എന്നിവർക്ക് യാത്രയയപ്പ് നൽകി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. സർക്കാർ വിദ്യാലയങ്ങളിലെ അക്കാദമിക് മികവ്, പാഠ്യേതര വിഷയങ്ങളിലുള്ള മികവ് കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള വലിയ പ്രവർത്തനങ്ങളിലാണ് കേരളത്തിലെ സർക്കാർ. നമുക്കറിയാം, കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് പ്രഖ്യാപിച്ച പൊതുവിദ്യാഭ്യാസ സംരക്ഷണത്തിലൂടെ ആ പൊതുവിദ്യാഭ്യാസ സംരക്ഷണത്തിൻ്റെ ലക്ഷ്യമായ അന്താരാഷ്ട്ര മികവുള്ള വിദ്യാഭ്യാസത്തിലൂടെ നാം ഇന്ന് ലോകത്തിന് മാതൃകയായി വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഇന്ത്യയെ പോലെയുള്ള ഒരു രാജ്യത്ത് ഏറ്റവും മികച്ച രീതിയിൽ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ നടക്കുന്ന ഒരു സംസ്ഥാനം കേരളമാണ്. ഇന്നും ഇന്ത്യ ആകെ എടുത്താൽ 100 ഇന്ത്യക്കാരനെ എടുത്താൽ 17 പേർക്ക് എഴുതാനും വായിക്കാനും അറിയാത്ത ലോകത്ത് ഏറ്റവും കൂടുതൽ നിരക്ഷരർ താമസിക്കുന്ന ഒരു രാജ്യത്ത് 100% സാക്ഷരതയുള്ള ഒരു സംസ്ഥാനമാക്കി നമുക്കെല്ലാവർക്കും എഴുതാനും വായിക്കാനും അറിയാവുന്നത് വഴി ഒരു വലിയ വിജ്ഞാനത്തിൻ്റെ ലോകം സൃഷ്ടിക്കാൻ കഴിഞ്ഞത് ഈ കേരളമാണ്. അങ്ങനെ ഒരു പ്രഭാതത്തിൽ സംഭവിച്ച ഒരു അത്ഭുതമല്ല കേരളത്തിലെ വിദ്യാഭ്യാസ മേഖല എന്ന് പറയുന്നത്. നിരന്തരമായി കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ ഇടപെട്ട് ആ വിദ്യാലയങ്ങളെ ശക്തിപ്പെടുത്തി, ആ വിദ്യാലയങ്ങളിലെ അക്കാദമിക് മികവ് മെച്ചപ്പെടുത്തി, ആ വിദ്യാലയങ്ങളിലെ പാഠ്യേതര വിഷയങ്ങളുള്ള ഇടപെടൽ കൂടുതൽ മെച്ചപ്പെടുത്തി എല്ലാമാണ് ഇന്ന് കാണുന്ന കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിലെ മികവിലേക്ക് കേരളം എത്തിച്ചേർന്നത്. ആ പ്രവർത്തനങ്ങളിൽ ഈ തീരദേശ മേഖലയിലെ ഏറ്റവും മികച്ച ഒരു പൊതുവിദ്യാലയമായി ചാമക്കാല ഗവൺമെൻറ് മാപ്പിള ഹയർ സെക്കൻഡറി സ്കൂൾ നിലനിൽക്കുന്നു. കൂടുതൽ മികച്ച രീതിയിൽ മുന്നോട്ട് പോകുന്നു എന്നുള്ളതിൽ നിങ്ങളെപ്പോലെ തന്നെ തൃശ്ശൂർ ജില്ലാ പഞ്ചായത്തിനും അഭിമാനമുണ്ട്. PTA പ്രസിഡന്റ് CB അബ്ദുൽ സമദ് അധ്യക്ഷത വഹിച്ചു. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു മുഖ്യാതിഥിയായി. പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MS നിഖിൽ, വാർഡ് മെമ്പർ KS അനിൽകുമാർ, പ്രിൻസിപ്പൽ ഇൻചാർജ് SR ഉണ്ണികൃഷ്ണൻ, പ്രധാന അധ്യാപകൻ KV പ്രേമചന്ദ്രൻ, MPTA പ്രസിഡന്റ് സാജിദ റിയാസ്, വിദ്യാലയ വികസന സമിതി പ്രസിഡന്റ് PK ഹംസ, ഒസാക്സ് പ്രസിഡന്റ് MCM താജുദ്ദീൻ, KA ആഫിഖ് അലി, സ്കൂൾ ലീഡർ KP പവിത്ര എന്നിവർ സംസാരിച്ചു. INTUC പാറളം മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഗാന്ധി രക്തസാക്ഷിത്വ ദിനം ആചരിച്ചു. ജില്ലാ സെക്രട്ടറി P രാമകൃഷ്ണൻ ഗാന്ധിജിയുടെ ഛായാചിത്രത്തിന് മുന്നിൽ വിളക്ക് തെളിയിച്ച് ഉദ്ഘാടനം നിർവഹിച്ചു. മണ്ഡലം പ്രസിഡന്റ് അഭിലാഷ് മൂലേക്കാട്ടിൽ അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറി TM മോഹനൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. കോൺഗ്രസ് INTUC നേതാക്കളായ ബാലമുരളി, CR മണി, പ്രകാശൻ, ഗോപി, സൈമൺ, MC കൊച്ചപ്പൻ, കുട്ടപ്പൻ, വർഗീസ്, സന്തോഷ്, കുട്ടൻ, ഗിരിജൻ, സുരേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. പാറളം ഗ്രാമപഞ്ചായത്തിൽ വയോജന സംഗമം സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് സുബീത സുഭാഷ് ഉദ്ഘാടനം ചെയ്തു. ചെറുപ്പമല്ല, 60 വയസ്സ് എന്ന് പറയുന്നത് അത്ര വലിയ വയസ്സൊന്നുമല്ല. ഇപ്പോഴും ചുറുചുറുക്കോടുകൂടി ചെറുപ്പക്കാരേലും ഉഷാറിൽ നടക്കുന്ന ആളുകളാണ് ഇപ്പോൾ 60 വയസ്സ് കഴിഞ്ഞവർ. ഇപ്പോൾ നമുക്കറിയാം, നമ്മുടെ തൊഴിലുറപ്പ് തൊഴിൽ വന്നതിന് ശേഷം എത്ര ആളുകളാണ് 80 വയസ്സുള്ള 85 വയസ്സുള്ള അമ്മമാർ ഇപ്പോഴും തൊഴിലുറപ്പിന് പോകുന്നുണ്ട്. അതെന്തുകൊണ്ടാണ്? നമുക്ക് പണിയെടുത്ത് നടക്കുന്ന ആവതുണ്ട്, പക്ഷെ വെറുതെ വീട്ടിലിരുന്നാൽ നമുക്ക് ശരീരം ഒന്നിനും കൊള്ളാതാവും. ആ രീതിയിൽ നമുക്ക് ഏതെല്ലാം മേഖലയിൽ നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കുമോ അതെല്ലാം നമ്മൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് എങ്ങനെയൊക്കെ മുന്നോട്ട് പോകാം. നമുക്ക് മനസ്സിന് സന്തോഷമാണ് നമ്മുടെ ശരീരത്തിൻ്റെ ഏറ്റവും വലിയ ആയുസ്സിന് നൽകുന്നത്.
മയിൽപീലി 2024 എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആശ മാത്യൂസ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK രാധാകൃഷ്ണൻ, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ K പ്രമോദ, ജെയിംസ് പോൾ, വിദ്യാനന്ദനൻ, അംഗങ്ങളായ മിനി വിനിയൻ, സ്മിനു മുകേഷ്, PK ലിജീവ്, അനിത പ്രസന്നൻ, പഞ്ചായത്ത് സെക്രട്ടറി T സത്യൻ, ICDS സൂപ്പർവൈസർ TS സൂര്യമോൾ എന്നിവർ സംസാരിച്ചു. JHI ഊർമിള ഉണ്ണി ക്ലാസ് നയിച്ചു. കോടന്നൂർ സെന്റ് ആന്റണീസ് UP സ്കൂളിൽ സയൻസ് ഫെസ്റ്റും സിമ്പിൾ എക്സ്പെരിമെന്റ് എക്സ്പോയും സംഘടിപ്പിച്ചു. സ്കൂളിലെ മുൻ പ്രധാനാധ്യാപിക ഫിലോ ആന്റണി യോഗം ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ നിങ്ങളുടെ കഴിവുകളൊക്കെ എനിക്ക് നല്ല വിശ്വാസമുണ്ട്. ഇനി സയൻസ് കണ്ടും ചെയ്തും പഠിക്കാനുള്ളതാണ്. ഈ പഠനത്തിൽ നമ്മുടെ ആൽബർട്ട് ഐൻസ്റ്റീനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ആരാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ? അയാൾക്ക് വലിയൊരു കണ്ടുപിടുത്തം നടത്തിയിട്ടുണ്ടല്ലോ. സയന്റിസ്റ്റ് എന്നുള്ള നിലയിലല്ല അവർ അറിയപ്പെടുന്നത്. ആർക്ക് പറയാം? ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ ഏറ്റവും വലിയ കണ്ടുപിടുത്തം ഭയങ്കര തലച്ചോറാന്നാ പറയണ അങ്ങോർക്ക്. നമ്മുടെ തലച്ചോറ് സൂക്ഷിച്ച് വെച്ചേക്കണ ഗവേഷണം നടത്താൻ. ഗ്രാവിറ്റിയാ, അത് ഐസക് ന്യൂട്ടനാണ്. ആൽബർട്ട് ഐൻസ്റ്റീൻ ബോംബ് എന്നൊക്കെ കേട്ടണ്ട, ആറ്റം ബോംബ്, ഹൈഡ്രജൻ ബോംബ് എന്നൊക്കെ കേട്ടണ്ട. ആ ബോംബിന്റെ പ്രവർത്തന തത്വം കണ്ടുപിടിച്ച ആളാണ് ഈ ആൽബർട്ട് ഐൻസ്റ്റീൻ. ആൽബർട്ട് ഐൻസ്റ്റീൻ ആദ്യമായിട്ട് ആ കണ്ടുപിടുത്തം എവിടെയാ പ്രയോഗിച്ചതെന്നറിയോ? രണ്ടാം ലോകമഹായുദ്ധകാലത്താണ് ആ ബോംബിട്ടത്. എവിടെയാ ബോംബിട്ടത്? ആ സ്ഥലം അറിയോ നിങ്ങൾ? ദിനാചരണങ്ങളൊക്കെ വേണ്ടത് നടത്താറില്ലേ? എവിടെയാണ് ബോംബിട്ടത്? ആദ്യമായിട്ട് ഈ ബോംബിട്ട സ്ഥലങ്ങൾ പിന്നീന്നൊന്നുമില്ലേ? 7ാം ക്ലാസ്സുകാർക്കൊന്നും ഉത്തരയില്ലേ? ഉറക്കെ പറയേ. നാഗസാക്കി, ഹിരോഷിമയിലൊക്കെ. അപ്പൊ ആ ബോംബിന്റെ പ്രവർത്തന തത്വം കണ്ടുപിടിച്ച ആളാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ. പ്രധാനാധ്യാപിക മിനി മോൾ, PTA പ്രസിഡന്റ് ML ആനന്ദൻ, മേരി ജ്യോതിസ്, PG ആശ, KR രമ്യ എന്നിവർ സംസാരിച്ചു. ഐസ് കത്തുന്ന പരീക്ഷണം, ലാവ ലാമ്പ് എന്നീ പരീക്ഷണങ്ങളിലൂടെയാണ് സയൻസ് ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തത്. ഊരകം ALP സ്കൂളിൽ ഗാന്ധി രക്തസാക്ഷി ദിനത്തോടനുബന്ധിച്ച് നിറബ് ബാലജന സഖ്യത്തിന്റെ ആഭിമുഖ്യത്തിൽ ഗാന്ധി വിജ്ഞാന സദസ്സ് സംഘടിപ്പിച്ചു. PTA പ്രസിഡന്റ് രാകേഷ് ഉണ്ണിയാമ്പുറത്ത് ഉദ്ഘാടനം ചെയ്തു. PTA ബാലജന സഖ്യം ജില്ലാ കോർഡിനേറ്റർ KV പ്രമോദ് അധ്യക്ഷത വഹിച്ചു. സാമൂഹിക പ്രവർത്തകനും ബാലജന സഖ്യ സഹകാരിയുമായ KL ആന്റണി മുഖ്യാതിഥിയായിരുന്നു. അധ്യാപകരായ ജീനി, ജൂഡിറ്റ്, വിദ്യാലയ ബാലജന സഖ്യം കോർഡിനേറ്റർ പ്രീത, രക്ഷിതാക്കൾ എന്നിവർ സന്നിഹിതരായിരുന്നു. ഇനി സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് 3 പീടിക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഗാന്ധി രക്തസാക്ഷി ദിനത്തിൽ കോൺഗ്രസ് ഓഫീസിൽ നേതാക്കൾ ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടി. കുറ്റാന്വേഷണ മികവിനുള്ള 2022 സംസ്ഥാന പോലീസ് മേധാവിയുടെ ബഹുമതിയായ ബാഡ്ജ് ഓഫ് ഓണർ പുരസ്കാരത്തിന് കൊടുങ്ങല്ലൂരിൽ 2 പേർ അർഹരായി. പെരുന്തോട് വലിയതോട് സംരക്ഷണത്തിന് 1.5 കോടി രൂപയുടെ ഭരണാനുമതി. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.